ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. തിരുവനന്തപുരത്ത് യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. 4 പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. ദേശാടന പക്ഷികളുടെ ഊർജ്ജസ്രോതസ്സായ പ്രാണികളുടെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം ആചരിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇന്ന് വൈകിട്ടോടെ സമാപിക്കും. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. ഒഡീഷയിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനും ആന്ധ്രാപ്രദേശിലെ ഒറ്റഘട്ടമായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള പ്രചാരണവും സമാപിക്കും. ആന്ധ്രാപ്രദേശിൽ 175 സീറ്റുകളിലേക്കും ഒഡീഷയിലെ 147-ൽ 28 സീറ്റുകളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കായുള്ള അവസാനവട്ട പ്രചാരണത്തിൽ വാശിയോടെ രംഗത്തുണ്ട്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെയും ഝാർഖണ്ഡിലെയും പാർലമെന്റ് മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസിനായി പാർട്ടി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിലെ കടപ്പ ലോക്സഭാ മണ്ഡലത്തിലും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മഹാരാഷ്ട്രയിലെ നന്ദുർബാർ ജില്ലയിലും പൊതുയോഗത്തിൽ പങ്കെടുക്കും. ഇടക്കാല ജാമ്യത്തിൽ ജയിൽ മോചിതനായ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഡൽഹിയിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്നിനൊപ്പം പ്രചാരണത്തിനിറങ്ങും. ഗുജറാത്തിൽ ദഹോദ് ലോക്സഭാ സീറ്റിന് കീഴിലുള്ള പർഥംപൂര പോളിംഗ് സ്റ്റേഷനിൽ ഇന്ന് റീപോളിംഗ്. മെയ് 7-ന് നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പർഥംപൂര പോളിംഗ് സ്റ്റേഷനിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. പോളിംഗ് ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ 6 പേരെ സസ്പെൻഡ് ചെയ്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പണിമുടക്ക് അവസാനിച്ചെങ്കിലും കൊച്ചി, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലെത്തിയിട്ടില്ല. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട ഷാർജ, ബഹ്റിൻ വിമാനങ്ങൾ റദ്ദാക്കി. വൈകിട്ടുള്ള അബുദാബി വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ സലാല, മസ്കറ്റ്, ദുബായ്, ദോഹ, റിയാദ് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള കൊൽക്കത്ത, തിരുവനന്തപുരം, ഹൈദരാബാദ് സർവീസുകളും റദ്ദാക്കി. കണ്ണൂരിൽ നിന്നുള്ള 5 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ദമാം, അബുദാബി, റാസൽ ഖൈമ, ദോഹ സർവീസുകളാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം കരമനയിലെ അഖിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വട്ടപ്പാറ സ്വദേശി കിരൺ കൃഷ്ണനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ 4 പ്രതികളെ തിരിച്ചറിഞ്ഞതായി തിരുവനന്തപുരം DCP നിധിൻ രാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കരമന അനന്തു വധക്കേസിലെ പ്രതികളാണ് ഇവർ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 26-ന് പാപ്പനംകോട് ബാറിൽ നടന്ന തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് കാറിലെത്തിയ സംഘം കരമന സ്വദേശി അഖിലിനെ കൊലപ്പെടുത്തിയത്. അഖിലിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം. ഇതിന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ അധ്യാപകർക്കായി AI പരിശീലനം ആരംഭിച്ചു. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമ്പോഴുള്ള പരിമിതികളും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പരിശീലന ക്ലാസുകളിൽ ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. AI സാങ്കേതികതയെ വളരെ ഉത്തരവാദിത്തോടെ അക്കാഡമിക് മൂല്യം നഷ്ടപ്പെടാതെ ക്ലാസ് മുറികളിൽ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൈറ്റ് CEO K അൻവർ സാദ് പറഞ്ഞു. സംസ്ഥാനത്ത് 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സിൽ 80,000-ഓളം അധ്യാപകർക്ക് ഈ വർഷം ആഗസ്റ്റ് മാസത്തോടെ AI പരിശീലനം പൂർത്തിയാക്കും. ഓരോ കുട്ടിക്കും അനുയോജ്യമായ വിധത്തിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും റിസോഴ്സുകൾ ഭിന്നശേഷി സൗഹൃദമായി പരുവപ്പെടുത്താനും പരിശീലനം വഴി അധ്യാപകർക്ക് അവസരം നൽകുന്നു. പരമ്പരാഗത IT പരിശീലനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി AI പരിശീലനം തികച്ചും വേറിട്ട ഒരു അനുഭവമാണ് നൽകുന്നതെന്ന് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11-ന് രാജ്യം പൊഖ്രാനിൽ നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ വിജയസ്മരണയിലാണ് മെയ് 11 സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. പരീക്ഷണ വിജയത്തിന് ശേഷം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ ആണവശക്തിയായി പ്രഖ്യാപിച്ചിരുന്നു. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, എഞ്ചിനീയർമാർ എന്നിവർ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് നൽകിയ സംഭാവനയ്ക്കുള്ള ആദരം കൂടിയാണ് ദേശീയ സാങ്കേതിക ദിനം.
കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ഈ മാസം 16-ന് ആരംഭിച്ച് 25-ന് അവസാനിക്കും. ഈ മാസം 29-ന് ട്രയൽ അലോട്ട്മെന്റും ജൂൺ 5-ന് ആദ്യ അലോട്ട്മെന്റും നടക്കും. ജൂൺ 24-ന് ക്ലാസ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കണ്ണൂർ ആറളം ഫാമിൽ നിന്ന് ഇന്നലെ 5 ആനകളെ കൂടി കാട്ടിലേക്ക് തുരത്തി. ഇതോടെ ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യത്തിന്റെ ഭാഗമായി ഫാമിൽ നിന്ന് 10 കാട്ടാനകളെ തുരത്താനായി. ബ്ലോക്ക് 1-ൽ കണ്ടെത്തിയ കുട്ടിയാനയും 4 പിടിയാനയും അടങ്ങുന്ന സംഘത്തെയാണ് ഇന്നലെ 5 കിലോമീറ്ററോളം ഓടിച്ച് കോട്ടപ്പാറ വഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റിവിട്ടത്. തിരിച്ച് ഫാമിലേക്ക് വരാതിരിക്കാൻ വൈദ്യുത വേലി ചാർജും ചെയ്തു. കശുവണ്ടി ശേഖരിക്കേണ്ടതിനാൽ ഇന്നും നാളെയും ആനകളെ തുരത്തുന്ന ദൌത്യം ഉണ്ടാവില്ല. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ പുതുതായി 144 വരയാടിൻ കുട്ടികളെ കണ്ടെത്തി. ഇതോടെ വരയാടുകളുടെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമായ ഇരവികുളത്ത് ആകെ വരയാടുകളുടെ എണ്ണം 827 വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. മൂന്നാർ വന്യജീവി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇരവികുളം ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം, ഷോല നാഷണൽ പാർക്ക് എന്നീ റേഞ്ചുകളിലാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ ഇരവികുളം നാഷണൽ പാർക്കിൽ 128 കുട്ടികളടക്കം 803 വരയാടുകളെയാണ് കണ്ടെത്തിയിരുന്നത്. ഇത്തവണ ഇത് 144 വരയാടിൻ കുട്ടികളടക്കം 827 ആയി ഉയർന്നു. വരയാടുകളുടെ എണ്ണത്തിൽ കാണിക്കുന്ന നേരിയ വർധനവ് ആവാസ വ്യവസ്ഥ സുസ്ഥിരമാണെന്ന സൂചനയാണ് നൽകുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തമിഴ്നാട് വനംവകുപ്പുമായി സംയോജിച്ച് ഏകീകൃതമായ രീതിയിലായിരുന്നു ഈ വർഷത്തെ വിവരശേഖരണം. 4 ദിവസങ്ങളിലായി 33 ബ്ലോക്കുകൾ തിരഞ്ഞായിരുന്നു കണക്കെടുപ്പ്. ഓരോ ബ്ലോക്കിലും 3 പേർ വീതം ഉണ്ടായിരുന്നു. ഇവർ ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് ഇരട്ടിപ്പ് ഒഴിവാക്കിയാണ് കണക്കെടുപ്പ് പൂർത്തിയാക്കിയത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന എംഡിറ്റിൽ ഈ മാസം 15-ന് വിവിധ മൾട്ടിനാഷണൽ കമ്പനികളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ച് മെഗാ ജോബ് ഫെയർ നടക്കും. ആകെ 50ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ എംഡിറ്റ് വിദ്യാർത്ഥികൾക്ക് പുറമെ ബിടെക്, ബിഇ, ITI, ഡിപ്ലോമ, ഫാർമസി ബിരുദം യോഗ്യതയുള്ള തൊഴിലന്വേഷകർക്കും പങ്കെടുക്കാം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശബരിമല ഇടവമാസ പൂജയ്ക്കായി എത്തുന്ന ഭക്തരുടെ സ്നാനഘട്ടമായ പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ തുറന്നുവിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ ഈ മാസം 19 വരെ പ്രതിദിനം 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. ഈ സാഹചര്യത്തിൽ വൃഷ്ടി പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളുടെ ഭക്ഷണമായ പ്രാണികളുടെ പ്രാധാന്യത്തിലും പ്രാണികൾ കുറയുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തിക്കാട്ടുന്നതിലുമാണ് ഈ വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രജനന കാലങ്ങളിൽ മാത്രമല്ല പലായനവേളയിലും പല ദേശാടന പക്ഷികളുടെ ഊർജ്ജ സ്രോതസ്സുകളാകുന്നത് പ്രാണികളാണ്. അതുകൊണ്ട് തന്നെ പ്രജനന സ്ഥലങ്ങളിലും പക്ഷികളുടെ കുടിയേറ്റ ഇടങ്ങളിലും പ്രാണികളുടെ എണ്ണം കുറയുന്നത് പക്ഷികളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. മെയ് 11, ഒക്ടോബർ 12 എന്നീ 2 ദിവസങ്ങളിലാണ് ലോക ദേശാടന പക്ഷി ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത 1-ാമതും മുംബൈ 9-ാം സ്ഥാനത്തുമാണ്. വനിതാ ഗുസ്തിയിൽ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ഇന്ത്യയുടെ 5ാമത്തെ താരമായി നിഷ ദഹിയ. ഇന്നലെ ഇസ്താംബുളിൽ നടന്ന ലോക ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ 68 കിലോഗ്രാം വിഭാഗം സെമിയിൽ റൊമാനിയയുടെ അലക്സാന്ദ്ര ആംഗലിനെ പരാജയപ്പെടുത്തിയാണ് നിഷ യോഗ്യത നേടിയത്. ഇതാദ്യമായാണ് രാജ്യത്തെ 5 വനിതാ ഗുസ്തിക്കാർ ഒളിമ്പിക്സിൽ ഒന്നിച്ച് ഇടം നേടുന്നത്. നിഷയ്ക്ക് പുറമെ ആന്തിം പങ്കാൾ, വിനേഷ് ഫോഗട്ട്, അൻഷു മല്ലിക്, ഋതിക ഹൂഡ എന്നിവരാണ് ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്ന മറ്റ് താരങ്ങൾ. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. തിരുവനന്തപുരത്ത് യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. 4 പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. ദേശാടന പക്ഷികളുടെ ഊർജ്ജ സ്രോതസ്സായ പ്രാണികളുടെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം ആചരിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.